മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സിദ്ഖ് വ അമാനത്ത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, സത്യസന്ധതയും വിശ്വസ്തതയും ഉണ്ടാവണം. ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് അതിന്റെ ഏറ്റവും ആദ്യത്തെ പടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സക്കാത്ത് സ്വീകരിക്കാൻ പറ്റില്ല, സ്വതക്ക സ്വീകരിക്കാൻ പറ്റില്ല. ഒരാൾ സ്വതക്ക കൊടുത്താൽ നബി അർഹനാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. എനിക്കും എൻ്റെ കുടുംബത്തിന് നിഷിദ്ധമാണ്. ഇത് പറയാനുള്ള കാരണം സുതാര്യമായിരിക്കുക എന്നുള്ളതാണ്. ആളുകൾക്ക് സംശയത്തിന് ഇടവരുത്താൻ പറ്റുന്ന ഒരവസ്ഥയും ഉണ്ടാവാതിരിക്കുക എന്നതാണ്. സുതാര്യമായിരിക്കുക. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പത്നിയുമായി മദീനയുടെ റോഡിലൂടെ, തെരുവിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ രണ്ടാളങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. ആളവർക്ക് മനസ്സിലായില്ല. അപ്പൊ നബി ഉറക്ക വിളിച്ചു പറഞ്ഞതിന്റെ ഭാര്യയാണ് കേട്ടോ എന്ന് വിളിച്ചു പറഞ്ഞു. കാരണം എന്താ, നബി ഇപ്പൊ ഒരു പെണ്ണിന്റെ കൂടെ നടന്നു പോവാന്ന് ആരെങ്കിലും മനസ്സിൽ ധരിക്കണ്ട. അപ്പൊ സുതാര്യമാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സിദ്ഖ് വ അമാനത്ത് എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ്. കാരണം ഭരണകൂടം സംരക്ഷിക്കുന്നത് പൊതുമുതലാണ്. പൊതുമുതൽ എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്തം കൂടുതലുള്ള ഒരു മുതലാണ് പൊതുമുതൽ. ഒരു സാധനങ്ങൾ വാടകക്ക് വാങ്ങിന്ന് വെക്കുക, ഏറ്റവും നല്ല രീതിയിൽ അത് തിരിച്ചു കൊടുക്കണം എന്നാണ് ഇസ്ലാം. പൊട്ടിയ കസാര പിന്നെ കൊടുക്കാൻ പാടില്ല, സ്റ്റൂള് പൊട്ടി കൊടുക്കാൻ പാടില്ല, നല്ലത് കൊടുക്കുക. തിരിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലതിലും വൃത്തിയിലും തിരിച്ചു കൊടുക്കണം. ഒരു സ്ഥലം നിങ്ങൾ ലീസിനെടുത്താൽ അത് മടക്കി കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണോ എടുത്തിരുന്നത് അതിനേക്കാൾ വൃത്തിയിൽ തിരിച്ചു കൊടുക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. കേടുവരുത്താൻ പാടില്ല. കാരണം അമാനത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. പള്ളിയുടെ ഒരു മുതൽ കൈകാര്യം ചെയ്യുമ്പോൾ, മദ്രസയുടെയും സ്കൂളിന്റെയും സ്ഥാപനത്തിന്റെയും ഒക്കെ മുതൽ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സിദ്ഖ് വ അമാനത്ത് പ്രകടിപ്പിക്കണം. അപ്പൊ പിന്നെ ഭരണകൂടത്തിന്റെ കാര്യം പറയാനില്ലല്ലോ. അതുകൊണ്ടാണ് തന്റെ മകൾ ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു കഷ്ണം ഇങ്ങനെ വായിലിട്ടപ്പോൾ അത് തട്ടിപ്പറിച്ച് തെറിപ്പിച്ചു കളഞ്ഞു. അതെനിക്ക് അർഹതപ്പെട്ടതാണോ എന്നുള്ള ഭയം കാരണം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭരണകൂടത്തിന്റെ സമീപനം. ഇതിലേറ്റവും കൂടുതൽ അനുകൂലമുള്ള ആളുകൾ ആരാണോ അവരെയാണ് നമ്മൾ പിന്തുണക്കുക, അവരെയാണ് സഹായിക്കുക. പാർട്ടികളൊക്കെ നിങ്ങൾ മാറ്റിവെക്കുക. യഥാർത്ഥത്തിൽ ഈ വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, റോമും പേർഷ്യയും തമ്മിൽ സംഘർഷമുണ്ടായി. ആ സംഘർഷമുണ്ടായ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റോമയുടെ കൂടെ നിന്നു. അവിടെ അന്ന് ഒരാളും വിശ്വസിച്ചില്ല റോം തിരിച്ചു വരുന്നു. എല്ലാവരും, കാരണം സഹാബികളും അറബികളൊക്കെ സഹാബികൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ബെറ്റ് വെക്കാണ്ടോ, ഇനി റോം ഒരിക്കലും തിരിച്ചു വരില്ല. റോമും പേർഷ്യയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഒന്നെന്താണ്, വേദക്കാരാണ്, മറ്റത് ബഹുദൈവ വിശ്വാസികളാണ്, അഗ്നി ആരാധകരാണ്. ഇസ്ലാമിനോട് ഏറ്റവും കൂടുതൽ അടുത്തത് തൗഹീദും റിസാലത്തും ആഖിറത്തിനെ കുറിച്ച് അറിവും ബോധ്യമുള്ള ആളുകളാണ്, വേദക്കാരാണ്. അതുകൊണ്ട് വേദക്കാരുടെ കൂടെ തൽക്കാലം നിൽക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുകയാണ്. അതായത് അവർ അംഗീകരിച്ചിട്ടോ അവരുടെ കൂടെ നിന്നിട്ടോ അല്ല. അതുകൊണ്ട് ഈ സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ അനുകൂലമായി നിൽക്കാൻ ഘടകമായ ഒരു ഘടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കണ്ടെത്തി. എന്താണ്? ഞങ്ങൾ പറയുന്ന കാര്യവും അവർക്ക് മനസ്സിലാകുന്നു എന്നതാണ്. അതുപോലെ തന്നെ നാലാമത്തത് ഭരണനിർവഹണത്തിൽ ഉണ്ടാവേണ്ടത് ഹിക്മത്ത് വ റഫ്ഖ്. റഫ്ഖ് എന്ന് പറഞ്ഞാൽ വളരെ സൗമ്യത. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ യുക്തിപൂർവം കാര്യങ്ങൾ ചെയ്യുക, വിവേകത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ സൗമ്യതയോടുകൂടി കാര്യം ചെയ്യുക. ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് ശരിയാവുള്ളൂ. ഒരാൾക്ക് യുക്തിയും വിവേകമൊക്കെ ഉണ്ട്, സൗമ്യത ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പാളിപ്പോവും. സൗമ്യത മാത്രമേ ഉള്ളൂ, അത് യുക്തിയും വിവേകവും ഇല്ല, അവിടെയും കാര്യങ്ങൾ എന്ത് ചെയ്യും? പാളിപ്പോവും. അപ്പൊ ഇത് രണ്ടും മിക്സ്ഡ് ആവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് എന്താണ്? ഒഴുകുന്ന വെള്ളം പോലെ സൗമ്യതയുള്ള ആളായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഭാവങ്ങളിൽ പള്ളിയിൽ വന്നിട്ട് ഒരു അറാബി മൂത്രമൊഴിച്ചപ്പോ ആ അറാബിയോട് നബി തിരുമേനി ആ അറാബിയെ ശാസിക്കാൻ വന്ന തന്റെ അനുയായികളെ തടഞ്ഞിട്ട് പറയാൻ, ബശ്ശിറു വലാ തുനഫിറു യസ്സിറു വലാ തുഅസ്സിറു. ഇങ്ങനൊരു പാട്ട വെള്ളം എടുത്തിട്ട് ആ മനുഷ്യൻ മൂത്രമൊഴിച്ച സ്ഥലത്ത് ഒഴിച്ച് വൃത്തിയാക്കണത് ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റിഫ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, സൗമ്യത വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഉത്തരവാദിത്തത്തിലുള്ള ആളുകൾ അവർക്ക് യുക്തിയും വിവേകവും ഉണ്ടാവുക എന്നതോടൊപ്പം തന്നെ പ്രധാനമാണ് സൗമ്യത എന്നുള്ളത്. ഗ്രഹനാഥന്മാർ, കുടുംബത്തിന്റെ കാര്യം നോക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവേണ്ട ഗുണമാണ്. ഇതൊരു മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഉണ്ടാവേണ്ട ഗുണം മാത്രമല്ല ഞാൻ പറയും. ഏത് അധികാരം ആരെ ഏൽപ്പിച്ചാലും അതിന്റെ തോതും വളവും അനുസരിച്ച് ഈ ഗുണം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം യൂണിറ്റിയാണ്. മുസ്ലിം ഉമ്മത്ത് എവിടെ ഇടപെട്ടാലും മുസ്ലിം ഉമ്മത്തിന്റെ യൂണിറ്റിക്ക് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. പാർട്ടി സംഘടന എന്നുള്ളതൊക്കെ പിന്നെ നമ്മുടെ രണ്ടാമത്തെ കൺസേൺ ആണ്. ഒന്നാമത്തെ കൺസേൺ അതാണ്
ഈ ഉമ്മത്തിന്റെ ഐക്യം തകർക്കുന്ന നിലപാടിൽ എന്റെ പാർട്ടി ഇടപെട്ടാൽ, അല്ലെങ്കിൽ എന്റെ രാഷ്ട്രീയക്കാരൻ ഇടപെട്ടാൽ, എന്റെ സംഘടന ഇടപെട്ടാൽ അതിൽ ഞാൻ നോ പറയും. ബാക്കിയൊക്കെ നിങ്ങൾ ഓക്കെ, പക്ഷെ അത് ശരിയല്ല. കാരണം എന്താണ്? എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം വഹ്ദത്തുൽ ഉമ്മയാണ്, ഈ ഉമ്മത്തിന്റെ ഐക്യമാണ്.